നിലവിൽ ഈ എന്ത് നടപടിക്രമങ്ങളിലാണ് പോലീസ് ഏർപ്പെട്ടിരിക്കുന്നത്? എവിടെയാണ് വേടനും കൂട്ടരും ഉള്ളത്? അനുജ, നിലവിൽ അയാളുടെ ഫ്ളാറ്റിൽ തന്നെയാണ് വേടനും സുഹൃത്തുക്കളും ഉള്ളത്. കാരണം പോലീസിന് ഈ ലഹരി പിടിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായി എഴുതി തയ്യാറാക്കി കോടതിയിലേക്കും പോലീസിലേക്കും ഉൾപ്പെടെയുള്ള 3 റിപ്പോർട്ടുകളായി തയ്യാറാക്കേണ്ടതുണ്ട്. അത് ഒരു അളന്നു തൂക്കേണ്ടതുണ്ട്. അങ്ങനെ നിരവധി നടപടിക്രമങ്ങൾ ഈ ഒരു ലഹരി പിടുത്തവുമായി ബന്ധപ്പെട്ടുണ്ട്. ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച ശേഷം മാത്രമേ അവിടെ നിന്ന് അവരെ ഇറക്കി വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. കാരണം ഏകദേശം 4 മണിക്കൂറിലധികമായി അയാൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നീട് ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് പോലീസിന് ബുദ്ധിമുട്ടാകും. അതുകൊണ്ടാണ് വൈദ്യപരിശോധന നടത്തുന്നത്. സാധാരണഗതിയിൽ ഇത് ജാമ്യം കൊടുത്തുവിടാവുന്ന കുറ്റമാണ്. പക്ഷേ ഇത്രയും നേരം പോലീസ് കസ്റ്റഡിയിൽ ഉള്ളതുകൊണ്ടാണ് പോലീസ് അയാളെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയി മറ്റു പരിക്കുകളൊന്നും ഏറ്റിട്ടില്ല എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നീട് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയക്കും. ഇതാണ് ഇതിൻ്റെ ഒരു നടപടിക്രമം അവശേഷിക്കുന്നത്. പക്ഷേ ആദ്യത്തെ നടപടിക്രമം അത് മണിക്കൂറുകൾ എടുക്കുന്നതാണ്. കൃത്യമായി ഓരോരുത്തരുടെയും മൊഴി രേഖപ്പെടുത്തണം, അത് എഴുതണം, അതിൻ്റെ പകർപ്പുകൾ തയ്യാറാക്കണം, അവിടെയുള്ള ലഹരി വസ്തുക്കൾ അളന്ന് തിട്ടപ്പെടുത്തി അത് ബന്ദോബസ്തിലെടുക്കണം. അങ്ങനെയുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകുന്ന കാലതാമസമാണ് ഇപ്പോൾ അവരെ ആ ഫ്ളാറ്റിൽ നിന്ന് ഇറക്കാനുള്ള താമസമായി മാറുന്നത്. അനുജ, ഇതിപ്പോൾ ഇവർ കഞ്ചാവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വേളയിലാണോ പോലീസ് അങ്ങോട്ടേക്ക് എത്തിയത്? അതിന്റെ കൃത്യമായ സ്ഥിരീകരണം എങ്ങനെ നൽകാൻ കഴിയും? ചെയ്യാം അനുജ, താൻ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വേടൻ പോലീസിന് നൽകിയ മൊഴി. അതായത് പോലീസ് സംഘം എത്തുന്ന സമയത്ത് അയാൾ കഞ്ചാവ് ഉപയോഗിച്ച് കഴിഞ്ഞിരുന്നു. ബാക്കി അവിടെ ഉണ്ടായിരുന്ന കഞ്ചാവാണ് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും 6 ഗ്രാം എന്ന് തൂക്കി രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ആ കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റുള്ളവർ ഇത്തരം ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള വിവരം പുറത്തു വന്നിട്ടില്ല. അതുതന്നെയാണ് നമ്മൾ പറയുന്നത്. നേരത്തെ തന്നെ ഈ കസ്റ്റഡിയിലെടുത്ത ഓരോരുത്തരെയും അവരുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമാകും ഈ നടപടിക്രമങ്ങൾ അവസാനിക്കുക. കൃത്യമായി ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചില്ലെങ്കിൽ അത് കോടതിയിൽ പോലീസ് തന്നെ പിന്നീട് മറുപടി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ടാണ് കൃത്യമായ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഒരു കാലതാമസം ഉണ്ടാകുന്നത്. നിലവിൽ കഞ്ചാവ് ഉപയോഗിച്ചിരുന്നു എന്ന് തന്നെയാണ് വേടൻ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഇയാൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി എക്സൈസിന്റെയും പോലീസിന്റെയും ഒക്കെ നിരീക്ഷണ വലയത്തിലായിരുന്നു എന്ന് നേരത്തെ വിഷ്ണു പറയുന്നുണ്ടായിരുന്നു. അതായത് ഇത് കൃത്യമായി തന്നെ വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു നീക്കം ഇന്ന് പോലീസ് നടത്തിയത് എന്നത് വ്യക്തമാണ്. ശ്യാം. അനുജ, തീർച്ചയായും. കാരണം ഇന്നലെ ഈ കേസുമായി ബന്ധപ്പെട്ട് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയപ്പോൾ പ്രതിയുടെ ഫ്ളാറ്റിൽ ഒരു ബാച്ചിലർ പാർട്ടി നടന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു. പക്ഷേ വേടൻ അവിടെ ഇല്ലായിരുന്നു എന്നുള്ളതായിരുന്നു പോലീസിന് ലഭിച്ച വിവരം. അതുകൊണ്ടാണ് പോലീസ് ഇന്നലെ ആ ഫ്ളാറ്റിൽ പരിശോധന നടത്താതിരുന്നത്. വീണ്ടും ഇന്ന് രാവിലെ വേടൻ അവിടെ എത്തുകയും ആ സമയത്ത് അവിടെ കഞ്ചാവ് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നൊരു വിവരം പോലീസിന് ലഭിച്ചിരുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ പോലീസ് വേടനെ നിരീക്ഷിച്ചു വരികയായിരുന്നു. അതിനിടയിലാണ് ഇന്ന് ഈ വിവരം, വളരെ കൃത്യമായൊരു വിവരം ലഭിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തൃപ്പൂണിത്തുറ സ്റ്റേഷനിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തുകയും ആ ഫ്ളാറ്റിൽ പരിശോധന നടത്തുകയും 9 പേരെയും ലഹരി ഉൾപ്പെടെ പിടികൂടുകയും അവരെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. ഈ ലഹരി കണ്ടെത്തിയതോടെയാണ് സീനിയർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അങ്ങോട്ട് എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും കൃത്യമായ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ നീക്കമാണ് വേടൻ എന്ന് പറയുന്ന മലയാളികൾക്കിടയിൽ, പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ വലിയ സ്വീകാര്യതയുള്ള ഒരു റാപ്പറെ പോലീസിന്റെ കയ്യിലേക്ക് എത്തിച്ചത്. അതെ, യുവാക്കൾക്കിടയിൽ ഇത്രയധികം സ്വീകാര്യതയുള്ള മറ്റൊരു സ്വതന്ത്ര സംഗീതജ്ഞനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ്. സമീപകാലത്ത് ഏറ്റവും കൂടുതൽ പേർ കേൾക്കാനെത്തിയ ഒരാളാണ്, അത്രയധികം ആരാധകരുള്ള ഒരാളാണ് വേടൻ എന്നതിൽ തർക്കമില്ല. ആ വേടന്റെ നിലവിലെ സാഹചര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധികൾ വിശദാംശങ്ങൾ നൽകിയത്. നമുക്കൊപ്പം അതിഥി ഉണ്ടാകും. ഇടവേളയ്ക്ക് ശേഷം സംഗീത സംവിധായകൻ ശ്രീ അൽഫോൺസ് ജോസഫ് നമുക്കൊപ്പം തത്സമയം ചേരും. ഞാനൊരു ചെറിയ ഇടവേള എടുക്കുന്നു, അതിനുശേഷം വേഗം മടങ്ങിയെത്താം.